ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അപ്പോൾ ഈ മനോഹരമായ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവരുമ്പോഴേക്കും ഇവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അപ്പൊ നമുക്ക് ഈ വീട്ടിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് കളമശ്ശേരി HMT ജംഗ്ഷനിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് പോകേണ്ടതെങ്കിൽ വെറും 21 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 7.5 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇടപ്പള്ളി സൈഡിലേക്ക് ലുലു മാളിന്റെ ഭാഗത്തേക്കൊക്കെയാണ് പോകേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ വെറും 6 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു 3 BHK വീടാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. ഇവിടെ എല്ലാം നിറയെ വില്ലകളാണ്. അതിനകത്തുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞു. ബട്ട് കുറച്ചൊരു ഫൈനൽ ടച്ച് എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ലാസ്റ്റ് ഉള്ള കുറച്ച് ഫിനിഷിംഗ് വർക്കുകളും കൂടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സാധനങ്ങളെല്ലാം മെസ്സി ആയിരിക്കുന്നത്. നമ്മളെ വർക്കേഴ്സിന്റെ വണ്ടികളെല്ലാം കാർപോർട്സിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആകെ ചെറുതായിട്ട് നിങ്ങൾക്കൊരു കഞ്ചഷൻ പോലെയൊക്കെ തോന്നുന്നത്. ഇവിടെ ചുറ്റിനും നോക്കുമ്പോൾ കാണാം നിറയെ വില്ലകളുള്ളൊരു പ്രൊജക്റ്റിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ചുറ്റിനും വില്ലകളാണ്. ഏകദേശം ഒരു 10-12 വില്ലകളോളം ഉള്ള ഒരു പ്രൊജക്റ്റിനകത്താണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് കൂടാതെ ഇതിനടുത്ത് വേറെ 2 വീടുകളും കൂടെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ പോലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾക്ക് അതും വാങ്ങാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീടിന്റെ എലിവേഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകൾ വന്നിട്ട് ഒരു കോപ്പർ ഷെയ്ഡുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ ഒരു പോർഷനിൽ നോക്കുവാണെങ്കിൽ ജിയോ ട്യൂബ് കൊണ്ടുള്ള ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ 2 പില്ലറുകളിൽ നമുക്ക് 2 ലൈറ്റുകൾ വരാനുള്ളതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളും കൂടെയൊക്കെയാണ് ഇവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടു. നല്ല വൈറ്റ് കളർ പെയിന്റും അത് കൂടാതെ മതിലിൽ കൊടുത്തിരിക്കുന്നത് സെയിം ആ ഒരു കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ 2 ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കവേർഡ് ആയിട്ടൊരു പോർച്ചിലേക്കാണ്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ വർക്കേഴ്സിന്റെ വാഹനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു കാർ പോർച്ചിനകത്ത് കിട്ടുന്നത്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ ധാരാളം സ്ഥലമാണ് കിട്ടുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 വീലർ ഒക്കെ വെക്കാനുള്ള സ്പേസ് കാണാം. അതുകൂടാതെ നമുക്ക് അവിടെ നിന്നാണ് വീടിന്റെ ബാക്ക് സൈഡിലേക്കൊക്കെ പോകാനുള്ള എൻട്രൻസ് വരുന്നത്. വീടിന്റെ 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് അങ്ങോട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വീടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷനിലൂടെയാണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടതുപോലെ നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് കൂടെ ഒന്ന് പോയി നോക്കാം. ഈ ഒരു കാർപോർച്ചിന്റെ സൈഡിലൂടെയാണ് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകാനുള്ള വഴി വരുന്നത്. പകുതി ഭാഗത്തോളം സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഇവിടെ എല്ലാം തന്നെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നോക്കുവാണെങ്കിൽ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ നേരെ ചെന്ന് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സ്രോതസ്സായ കിണർ വരുന്നത്. ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സോഴ്സ് ആയ കിണർ നമ്മൾ കണ്ടു. കിണർ കൂടാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് KWയുടെ വാട്ടർ കൂടിയാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ ഈ സൈഡിലുള്ള വോളും നമ്മളെ ആ സെയിം ടെക്സ്ചർ വർക്കുകളും അതിനിടയിൽ ഭംഗിയുള്ള ഒരു ക്രോസ് ലൈൻസ് വൈറ്റ് കളറിൽ പെയിന്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിൽ കാണുന്നതാണ് ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് വെസ്റ്റ് ഭാഗത്തേക്കാണ്. പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ മരങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേബിൾ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് V-ഗാർഡിലാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഫിറ്റിംഗ്സ് ആണ് എല്ലാം തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ചെറിയ പാസേജ് കടന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തുമായിട്ടാണ് വിൻഡോസ് വരുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമുക്ക് TV ഒക്കെ വെക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഡോറുകളും ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ ബോർഡർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു കോഫി ബ്രൗൺ കളറിലെ പെയിന്റ് കൊടുത്തിട്ട് അതിനിടയിലെല്ലാം LED ലൈറ്റ് ഫിറ്റിംഗ്സും അതുപോലെ
LED സ്ട്രിപ്സും ഒക്കെ ഇട്ട് തന്നെയാണ് റൂഫിലെ വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ വീണ്ടും ഈ ഒരു പാസേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്ന വഴി. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയത്. നമുക്കിത് നേരെയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് ഈ ഒരു റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ CNC കട്ടിങ് കൊണ്ടുള്ള ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്ക് ഡൈനിങ് ഹാളിലേക്കുള്ള സെപ്പറേഷൻ ആയിട്ടാണ് ഈ ഒരു വർക്ക് ഇവിടെ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഹാള് കിട്ടുന്നത്. ഒരു 6 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വർക്കുകളൊന്നും വാരി വലിച്ചു ചെയ്യാതെ ആവശ്യത്തിന് മാത്രമുള്ള ഒരു വുഡൻ മോഡലിലുള്ള വർക്കാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു വുഡൻ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ കിച്ചണിന്റെ എൻട്രൻസ് വരുന്നത്. മുകളിൽ CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഡോർ വെച്ചാണ് ആ ഒരു ക്രോക്കറി ഷെൽഫിന്റെ ഡോർ എല്ലാം തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഓപ്പൺ കിച്ചണിന്റെ സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെയിം ആ ഒരു ഗ്രാനൈറ്റ് പീസ് തന്നെയാണ് കിച്ചണകത്തേക്ക് നോക്കുവാണെങ്കിലും ടോപ്പ് സ്ലാബ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2-3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിച്ചണിനകത്ത് ലഭിക്കുന്നത്. അവിടെ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ആ ഒരു മിഡിൽ പോർഷനിലായിട്ടാണ്. കിച്ചണിന്റെ റൂഫൊക്കെ നോക്കുവാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ആ ഒരു ഡോർ തുറന്ന് നമുക്ക് നേരെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇറങ്ങാവുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് അവിടെ വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ചത് തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം ഈ ഒരു കളമശ്ശേരി നമ്മുടെ ഈ ഒരു സീപോർട്ട് എയർപോർട്ട് ഭാഗം, അതുപോലെ തന്നെ ഈ ഒരു HMT ജംഗ്ഷൻ അടുത്തൊക്കെ ആയിട്ട് വീടുകൾ പണിത് കഴിഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെയിലായി. നിങ്ങൾക്ക് ഇത് നോക്കി നമ്മുടെ മാർബിൾ ഹോംസിന്റെ വീഡിയോ നോക്കിയാൽ അറിയാം. ഒരു വീട് നമ്മൾ കളമശ്ശേരി HMT ജംഗ്ഷന്റെ അടുത്ത് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഒരു വീട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവശാൽ മാർബിൾ ഹോംസിന്റെ സെയിൽ ചെയ്യാൻ പറ്റി. നമ്മൾ ആ വീഡിയോ ഇട്ട് പിറ്റേ ദിവസം തന്നെ നമുക്കൊരു ക്ലയന്റ് വന്ന് കാണുകയും ആ വീട് അവർക്ക് സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് നടന്നൊരു സെയിലായിരുന്നു അത്. സീപോർട്ട് എയർപോർട്ട് റോഡിന് അടുത്ത് വരുന്ന വീടുകളെല്ലാം തന്നെ മാർബിൾ ഹോംസ് വീഡിയോ ഇടുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഭാഗ്യവശാൽ ക്ലയന്റുകൾ വരികയും അത് അവർ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്, സീപോർട്ട് റോഡിനടുത്ത് ഈ കാണുന്ന വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. കാരണം നിങ്ങൾ ഒട്ടും ലേറ്റ് ആവരുത് എന്നുള്ളതാണ് മാർബിൾ ഹോംസിന്റെ ആഗ്രഹം. അപ്പൊ ഇതുപോലുള്ള വീടുകൾ നമ്മൾ ഫുള്ളി ഫിനിഷ്ഡ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ വീട് സെയിലായി പോകും. അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഏകദേശം ഫൈനൽ ഫിറ്റിങ്ങുകൾ മാത്രമാണ് ഈ ഒരു വീട്ടിൽ കഴിയാറുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ വന്ന് ഇതിന്റെ വീഡിയോസ് എല്ലാം പെട്ടെന്ന് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡൈനിങ് ഹാളിന്റെ ആ ഒരു പോർഷൻ ആണ് കണ്ടത്. നമ്മൾ കയറി വന്നപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വുഡൻ ഫിനിഷിനകത്ത് അയൺ ബാറുകൾ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കബോർഡുകളായിട്ട് കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്താണ് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. സെയിം ടൈം അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വാഷ് ഏരിയയും കൂടെ വരുന്നത്. ഓൾറെഡി അവർ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയായ ഒരു സ്പേസ് ആണ് വാഷ് ബേസിൻ വെക്കാനായിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെയും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്കിനി വാഷ് ബേസിൻ വെക്കാനുള്ള ഒരു വർക്ക് മാത്രമാണ് അവിടെ പെയിന്റിംഗ് ആയിട്ട് ഉള്ളത്. ഇതൊരു 3 BHK ഹൗസ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണ് താഴെ കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 13x11 ഫീറ്റിലാണ്. 13x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാം. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കബോർഡുകളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വാർഡ്രോബിന്റെ കളർ നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളറാണ് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ ആണെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഒരു കോഫി ബ്രൗൺ കൊണ്ട് ബോർഡർ ലൈൻസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ അതിനകത്ത് LED സ്ട്രിപ്സും വലിയ LED ലൈറ്റുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ഡോറിന്റെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂം ഫിറ്റിംഗ്സ്, സാനിറ്ററി ഐറ്റംസ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെയാണ്. ഇവിടുത്തെ ഒരു ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ടൈലാണ് വോളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്.
താഴെ നിന്നുള്ള സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ആ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ നേരെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും കാണാം വലിയ ടൈപ്പുള്ള LED ലൈറ്റുകൾ കൊടുത്തിട്ട് അതിനിടയിൽ കാണുന്ന പോർഷനിലെല്ലാം തന്നെ LED സ്ട്രിപ്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി വരുന്ന പോർഷനിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് 2 സ്പേസ് ആണുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ ആദ്യം ലെഫ്റ്റിലേക്കുള്ള പോർഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഈ കാണുന്നത് ഒരു ബെഡ്റൂം ആണ്. അതുകൂടാതെ ഈ ഭാഗത്തുമായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13x11 13x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം സെയിം ആ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ബോർഡർ ലൈനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ റൂമിലെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം കളർ കോമ്പിനേഷനുകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി അതിനോട് കൂടി ഒരു മിറർ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിനകത്തെ ടൈലുകൾ നോക്കുകയാണെങ്കിൽ പ്യൂർലി ഒരു വൈറ്റ് കളർ ഷെയ്ഡാണ് വോളിലെല്ലാം തന്നെ ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് എല്ലാ ബാത്റൂമുകളും ഇവിടുത്തെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നത്. ഇനി നമുക്ക് കാണേണ്ട പോർഷൻസ് എല്ലാം സ്റ്റെപ്പ് കയറി വരുമ്പോഴുള്ള റൈറ്റ് സൈഡിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഫൈനലി ആൻഡ് തേർഡ് ബെഡ്റൂം നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം. 14x11 ഫീറ്റ് 14x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു വലിയ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം കളർ കോമ്പിനേഷനുകളൊക്കെ തന്നെ, പക്ഷെ ഡിസൈൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഒരു മിറർ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും സെയിം വർക്കുകളൊക്കെ തന്നെയാണ് റൂഫിലും കണ്ടിന്യൂ ചെയ്തു പോരുന്നത്. ഈ ഒരു വാർഡ്രോബ് കൂടാതെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ നിന്ന് കുറച്ച് പോർഷൻ നമുക്ക് അകത്തേക്ക് വന്നിട്ട് ഇടനാഴി പോലെ വന്നിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു ഭംഗിയുള്ള വർക്ക് കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്, ഷെൽഫ് വരുന്നുണ്ട്, നമുക്ക് ഇവിടെയായിട്ട് ഒരു ഡ്രോ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ടൈല് കുറച്ച് ഡിഫറെന്റ് ആണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഒരു കളറാണ് ബാത്റൂമിനകത്തെ വോൾ ടൈലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. താഴെ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. മുകളിലത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് TV ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യത്തിനൊരു ചെറിയ ഹാള് കിട്ടുന്നുണ്ട്. TV യൂണിറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വോളുകൾ ഇവിടെ 2 സൈഡിലുണ്ട്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും TV യൂണിറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 4 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വന്നപ്പോൾ തുടങ്ങിയുള്ള കംപ്ലീറ്റ് റൂഫ് നോക്കുവാണെങ്കിലും വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ആവശ്യത്തിന് മാത്രമുള്ള റൂഫിംഗ് വർക്കുകളാണ്. ഒരുപാട് വർക്കുകളൊന്നും വാരി വലിച്ചു ചെയ്യാതെ ആവശ്യത്തിന് മാത്രം വലിയ ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫിലെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഹാളിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നുള്ള ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. 2 ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കവേർഡ് ഏരിയയും ഉണ്ട്. അതുകൂടാതെ ആ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ഏരിയ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൺലൈറ്റ് ഒക്കെ കടക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ വലിയ ഓപ്പണിംഗ് ആണ് ഈ ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നത്. സേഫ് ആയിട്ട് അയൺ ബാറുകൾ കൊണ്ടാണ് ഇതിന്റെ ഈ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം പല വീടുകളും നമ്മൾ മാർബിൾ ഹോംസിലൂടെ സെയിൽ ചെയ്തതൊക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിരിക്കുന്ന വീടുകളൊക്കെ തന്നെയാണ് പലതും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഫൈനൽ കാര്യങ്ങൾ, റേറ്റ്, പ്രൈസുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലേക്കാണ്. ഞാൻ പറഞ്ഞിരുന്നു HMT ജംഗ്ഷനിലേക്ക് വെറും 3 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്ന വീടിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് എന്ന് പറയുന്നത് 3 സെന്റ് ആണ്.
1632 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1632 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ടും മറ്റു സ്പേസ് ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഇവിടെ വെള്ളത്തിന്റെ സോഴ്സ് നോക്കുവാണെങ്കിൽ കിണർ വെള്ളമുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷനായിട്ട് നമുക്കുള്ളത് KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 76 ലക്ഷം രൂപയാണ്. 76 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്കറിയാം, എയർപോർട്ട് റോഡിനടുത്ത് ഈ ഒരു ബഡ്ജറ്റിലൊരു വീട് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു വീട് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ വീട് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനായിട്ട് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.